പുതുവർഷത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തന്ന മോദിജിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോക്ടെയിൽ തുടങ്ങട്ടെ. ഏവർക്കും സ്വാഗതം. പുതുവത്സരത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള എന്തൊക്കെ വകയാണ് മോദിജി ഉണ്ടാക്കി തന്നിരിക്കുന്നത്? എല്ലാവർക്കും ATM-ൽ നിന്നും ഇഷ്ടം പോലെ പണം, കള്ളപ്പണക്കാരുടെ എല്ലാം പണം പാവപ്പെട്ടവരുടെ അക്കൗണ്ടിലിട്ടു. 50 രൂപയ്ക്ക് പെട്രോൾ, അങ്ങനെ എന്തൊക്കെയാണെന്നോ. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ പ്രതീക്ഷിച്ചു നിന്ന ഭക്തജനങ്ങൾക്ക് തലയിൽ കാക്ക കാഷ്ടിച്ച അവസ്ഥയായി ഡിസംബർ 31 രാത്രി മോദിജിയുടെ പ്രസംഗം കേട്ടപ്പോൾ. തന്നെ തൂക്കിക്കൊല്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ മോദിജിക്ക് കഴിഞ്ഞില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 50 ദിവസം കഴിഞ്ഞ് നമ്മളെ കൊണ്ട് ബാങ്കിൽ ഇടിയിപ്പിച്ച പണമൊക്കെ തിരിച്ചു തരാതെ പയറഞ്ഞാഴി ഉത്തരവുമായാണ് മോദിജി TV-യിൽ പ്രത്യക്ഷപ്പെട്ടത്. കിടിലൻ മാജിക്കാണ് മോദിജി നവംബർ 8-ന് കാട്ടിക്കൂട്ടിയത് എന്നും വിചാരിച്ച് വാ പൊളിച്ച് കാത്തു നിന്നവരെ മോദിജി കൊഞ്ഞനം കുത്തിയാണ് 50-ാം ദിവസം തോൽപ്പിച്ചത്. വണ്ടർ വാനിഷിംഗ് മാജിക് എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ ക്യാഷ് എല്ലാം വാനിഷ് ആക്കുന്ന മാജിക് ആണെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? ജനങ്ങളെ വണ്ടർ വാനിഷിംഗ് കാണിച്ച് വണ്ടർ അടിപ്പിച്ച മോദിജിയെ തണ്ടർ അടിപ്പിക്കാൻ പക്ഷേ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. പെട്രോളിന് 50 രൂപയാകുന്ന സുന്ദര സുരഭില ദിനമാകും പുതുവർഷം എന്ന് പറഞ്ഞു നടന്നവരെയൊന്നും ഇപ്പോൾ മഷിയിട്ട് നോക്കിയിട്ടും കാണുന്നില്ല. 50 ദിവസം കഴിഞ്ഞാൽ സംഗതി ശരിയായില്ലെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് പറഞ്ഞ മോദിജി വാക്കുപാലിക്കാനും തയ്യാറായിട്ടില്ല. പുതുവത്സരത്തിന് തലേന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് സംസാരിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ജനങ്ങളിലാകെ വൻ പ്രതീക്ഷയായിരുന്നു. മുഖ്യമന്ത്രിമാരെ വിളിച്ചു കൂട്ടാൻ പോലും അവരുടെ അഭിപ്രായങ്ങൾ തേടാൻ പോലും പ്രധാനമന്ത്രി 50 ദിവസത്തിന്റെ സമയപരിധിയിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടും തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആ ജനാധിപത്യ ശൈലി സ്വീകരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. തെറ്റ് പറ്റിപ്പോയാൽ ആ തെറ്റ് ഏറ്റുപറയുകയാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. വെനിൻസുലയിൽ നോട്ട് പിൻവലിച്ച നടപടി അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ കയ്യോടെ അത് പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറായി. മോദിജി പറഞ്ഞ സുന്ദര സുരഭില ലോകത്തിനായി എല്ലാവരും സമയം കളയാതെ കാത്തിരുന്നോ? ഇപ്പൊ കിട്ടും. ഇനി ഇടവേളയാണ് ശേഷം ഉത്തർപ്രദേശിലെ പെരുന്തച്ചൻ കാഴ്ചകൾ. എന്തൊക്കെയായിരുന്നു? ഇത്തിരി പോന്ന ചെക്കനെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാക്കിയപ്പോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മുലായം സിംഗ് എന്ന അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹത്തിന്റെ ആഴം കണ്ട് അന്ന് നമ്മൾ കണ്ണു തള്ളിപ്പോയി. എന്നാൽ ഇതാ ലോകത്തെല്ലായിടത്തും രാഷ്ട്രീയത്തിലെത്തിയാൽ അച്ഛനും മകനും നമ്മുടെ പിള്ള ഗണേഷ് മോഡലിൽ തന്നെയാണ് അവസാനം എത്തുക എന്ന് തെളിയിച്ചില്ലേ ഉത്തർപ്രദേശുകാർ? അച്ഛൻ്റെയും ഇളയച്ഛൻ്റെയും സഹായിയുടെയും ഒക്കെ തലക്കിട്ട് കൊടുത്തതിനാണ് ചെക്കൻ അഖിലേഷ് യാദവിനെ മുലായം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. എന്നിട്ടിപ്പോൾ എന്തായി? അവസാനം അച്ഛൻ പുറത്തായി. മകനെ വെട്ടാൻ പെരുന്തച്ചൻ സ്റ്റൈലിൽ കളിച്ച മുലായത്തിന് പക്ഷേ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട സ്ഥിതിയാണ്. അവസാനം മകനെ തിരിച്ചെടുത്താണ് മുലായം തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കിയത്. ഇല്ലേൽ എല്ലാം ചെക്കൻ കൊണ്ടുപോയേനെ. और नेताजी के पास में मुख्यमंत्री अखिलेश यादव और हम लोग आजम भाई से लेकर के अभी बैठे थे, तो नेताजी का मुझे आदेश मिला है कि अखिलेश यादव और श्री राम गोपाल जी को तत्काल प्रभाव से अभी बहाल किया जाता है और उनका निष्कासन रद्द किया जाता है. ഉത്തർപ്രദേശുകാർക്കിപ്പോ ന്യൂജൻ മുഖ്യനെ മതിയത്രേ. അച്ഛൻ പുറത്താക്കിയ മകനെ പിന്തുണച്ച് ഭൂരിഭാഗം സമാജ്വാദിക്കാരും രംഗത്തെത്തിയപ്പോൾ മുലായത്തിന്റെ കൂടെ നിന്നത് കുറച്ച് അമ്മാവന്മാർ മാത്രം. എന്തു പറയാനാണ്? बहुत अच्छा हुआ और अखिलेश भैया के हाथ में ही हम लोगों की जीत है. अखिलेश भैया ही हम लोगों का विकास कर सकते हैं. महिलाएं, पुरुष, बूढ़े, बच्चे, जवान सब अखिलेश भैया के साथ है और अखिलेश भैया न होते. बहुत हम लोगों की तरफ से उनको बधाई PM जी को और बहुत अच्छा हुआ है. आपकी सरकार हम लोगों की फिर बने. എന്തായാലും മകനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് അച്ഛൻ സ്വയം രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നാടകം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെങ്കിലും തൽക്കാലത്തേക്ക് കർട്ടനിട്ടു. പക്ഷേ ക്ലൈമാക്സ് ആയിട്ടില്ല. അത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. हम लोग माननीय श्री अखिलेश यादव जी को मुख्यमंत्री बनना देना चाहते हैं. आज उत्तर प्रदेश का चेहरा सिर्फ और सिर्फ अखिलेश यादव जी हैं.
विकास पुरुष अखिलेश यादव हमारे नेता अखिलेश यादव जी हैं। हम लोग अखिलेश यादव जी के साथ खड़े हैं, कंधे से कंधा मिला के। हमारे बड़े भाई भी, छोटे भाई भी, सब। അങ്ങനെ ചിന്നമ്മ പൊന്നമ്മയായി മാറി. AIADMK മക്കളെ പോറ്റി വളർത്താൻ ഇനി ചിന്നമ്മയെയാണ് തമിഴ്നാട്ടുകാർ അവരോധിച്ചു വച്ചിരിക്കുന്നത്. அனைத்திந்திய அண்ணா திராவிட முன்னேற்றக் கழக உடன்பிறப்புகளே, உங்கள் அனைவருக்கும் எனது பணிவான வணக்கம். என் உயிரில் நான் சுமக்கிற அம்மாவை எந்நாளும் நெஞ்சத்தில் சுமந்து வாழும் என் அன்பு சகோதர சகோதரிகளே, உலகமே வியக்கிற வெற்றிகளால் அனைத்திந்திய அண்ணா திராவிட முன்னேற்றக் கழகத்தை வழிநடத்திய நம் அம்மா இப்போது நம்மிடம் இல்லாத நிலையில் இன்னும் 100 ஆண்டுகள் ஆனாலும் கழகம்தான் தமிழகத்தை ஆளும் என ഫുൾ സെന്റി ഇല്ലെങ്കിൽ പാർട്ടി ശോകമുഖമായി പോകും. അതുകൊണ്ട് ചിന്നമ്മ കരയുന്നു, മക്കളും കരയുന്നു. കരച്ചിൽ കാഴ്ചകൾക്ക് തൽക്കാലം വിട. ഇനി കേരളത്തിലേക്ക് വരാം. ഇവിടെ ചാണ്ടി സാറാണല്ലോ ഇപ്പോൾ താരം. ഗ്രൂപ്പ് നാടകത്തിൽ ചാണ്ടി സാറിനെ ചൊല്ലി കഥകൾ പലവിധം കേരളത്തിൽ സുലഭം. ഉമ്മൻചാണ്ടി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടി DCC, ഉമ്മൻചാണ്ടി, ഞാനും പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി ഒന്നും DCC പ്രസിഡന്റുമാരെ നിയമിച്ചതിന് അസംതൃപ്തി ഒന്നും പറഞ്ഞതായിട്ട് പത്രത്തിൽ ഞാൻ കാണുന്നില്ല. ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതുന്നത്, പക്ഷേ ഉമ്മൻചാണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു പരാതി പറഞ്ഞതായിട്ടും എനിക്കറിഞ്ഞുകൂടാ. ചെന്നിത്തലാജി ഒരല്പം കൂടി കൂട്ടി പറഞ്ഞു. മുഖ്യമന്ത്രിയായപ്പോൾ ദില്ലിയിൽ പോയി ചാണ്ടി സാറിന് പാര വെച്ച കഥയെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ കെ കരുണാകരൻ, AK ആന്റണി, അത് കഴിഞ്ഞ അടുത്ത നേതാവ് ഉമ്മൻചാണ്ടിയാണ്, സീനിയർ നേതാവാണ് അദ്ദേഹം. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ വില പാർട്ടി നൽകും. 100 പരാതിക്കാരുടെ ഇടയിൽ കുര്യൻ സാറിനും തന്നെക്കുറിച്ച് ചില പരാതികൾ പറയാനുണ്ട്. കേൾക്കേണ്ടവർ കേട്ടാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നന്മയെ തിരഞ്ഞുപിടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അംഗീകരിക്കുക എന്നത് വലിയ ഒരു രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് വളരെ ആവശ്യമായിരിക്കുന്നതാണ് ഒരു കാര്യമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അറിയുകയും അവരെക്കുറിച്ച് അറിയിക്കുകയും അവരിൽ നിന്ന് മാതൃക ആളുകളെ കണ്ടെത്തുകയും, അങ്ങനെയാണ് നമ്മൾ മാതൃക ആളുകളെ അറിയേണ്ടത്. പഞ്ച് ഡയലോഗ് ഇതൊന്നുമല്ല. അത് പറയാൻ VD സതീശൻ വന്നിട്ടുണ്ട്. ഈ കഥ കേട്ടാൽ ഏകദേശം മനസ്സിലാകും. ക്രൂസ്റ്റേവ് മെമ്മയേഴ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സ്റ്റാലിന്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ളൊരു കഥ പറയുന്നുണ്ട്. അതിൽ പറയുന്നു, സ്റ്റാലിൻ ഇങ്ങനെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരുമായി ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ തമാശകൾ പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു തമാശ, ഞാൻ ഒരു ദിവസം എൻ്റെ തോക്കുമെടുത്തുകൊണ്ട് ഒരു 12 കിലോമീറ്റർ കാട്ടിലേക്ക് നടന്നു. 12 കിലോമീറ്റർ ചെന്നപ്പോൾ ഒരു മരത്തിൽ 28 കിളികളിരിക്കുന്നു. ഞാൻ ഓരോന്നായി വെടിവെച്ചു. 14 ഉണ്ടകൾ തീർന്നപ്പോൾ എൻ്റെ ഉണ്ടകളെല്ലാം തീർന്നു. ഞാൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചുപോയി എൻ്റെ തോക്കിൽ ബാക്കിയുള്ള 14 ഉണ്ടകൾ നിറച്ച് ഞാൻ തിരിച്ചു വന്നപ്പോൾ ബാക്കി 14 കിളികളും മരത്തിലിരിക്കുകയാണ്. ഞാൻ ആ 14 കിളികളെയും വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായി പോയി, ഗംഭീരമായി പോയി, വളരെ നന്നായിരിക്കുന്നു, അങ്ങേ സമ്മതിക്കണം. ഈ 28 ഉണ്ടകൾ വെച്ച് ഒരു ഉണ്ട പോലും പാഴാക്കാതെ അങ്ങ് ആ മരത്തിലിരുന്ന 28 കിളികളെയും വെടിവെച്ച് വീഴ്ത്തിയില്ലേ, ഭയങ്കരം എന്ന് പറയും. എന്നിട്ട് വിശേഷിപ്പിക്കുന്നത്, പിന്നീട് പോകുന്നത് സ്റ്റാലിൻ ഒരു ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്, സ്വന്തമായ ടോയ്ലറ്റ്. ഇവർക്കെല്ലാം വേറെ ഒരു കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്, എങ്കിലും അവിടെ പ്രത്യേക റൂമുകളുണ്ട്. ഈ ടോയ്ലറ്റിൽ പോയി ഇവരെല്ലാം, ഈ ചുറ്റുമിരുന്ന ആളുകൾ കണ്ണാടിയിൽ നോക്കി സ്വന്തം പ്രതിച്ഛായയെ നോക്കി ചീത്ത പറയുകയാണ്, അസഭ്യവർഷം നടത്തുകയാണ്. സ്വന്തം പ്രതിച്ഛായയോട്, സ്റ്റാലിനല്ല, സ്വന്തം പ്രതിച്ഛായയോട് ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. കാരണം പ്രതിഷേധം തീർന്നത് ബാത്റൂമിൽ പോയിട്ടാണ്. ഈ കള്ളക്കഥ കേട്ടിട്ട് ഗംഭീരമായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്ന് അവിടെ ഇരുന്ന് പറയുകയും ആ ഉള്ളിലെ പ്രതിഷേധം തണുപ്പിക്കാൻ നോക്കിയത് ഒറ്റയ്ക്ക് ബാത്റൂമിൽ കയറി സ്വന്തം പ്രതിച്ഛായയോടാണ്. അത്തരം ഈ 28 കിളികളെ വെടിവെച്ച് കൊല്ലുന്ന 28 ഉണ്ടകൾ കയ്യിൽ വെച്ചിട്ടുള്ള 12 കിലോമീറ്റർ നടന്ന് 14 കിളികളെ വെടിവെച്ചിട്ട് വീണ്ടും പോയി 14 ഉണ്ട നിറച്ച് വീണ്ടും 14 മരത്തിൽ വീണ്ടും കാത്തിരിക്കുന്ന 14 കിളികളെ കൂടി വെടിവെച്ച് വീഴ്ത്തുന്ന ധാരാളം നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, ധാരാളം പേരുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ അതെല്ലാം ശരിയാണ്, അത് സംഘടനാ പ്രവർത്തനമല്ല.